നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. വാവിട്ട വാക്കിലൂടെ വിവാദത്തിന്റെ വേലിയേറ്റം സൃഷ്ടിച്ച് തൃശൂർ എംപിയും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി. ട്രൈബൽ വകുപ്പ് ഉന്നത കുലജാതർ കൈകാര്യം ചെയ്യണമെന്ന് ആവശ്യം. ബ്രാഹ്മണനോ നായിഡുവോ ആ വകുപ്പ് കൈകാര്യം ചെയ്താൽ മാത്രമേ ട്രൈബൽ സമൂഹത്തിന് ഉന്നതിയുണ്ടാകൂ എന്നും വെളിപ്പെടുത്തൽ. വകുപ്പ് തനിക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, മോദിജിയോട് നൽകണമെന്ന് ആവശ്യപ്പെട്ടു. നമ്മുടെ ജനാധിപത്യത്തിൽ ഈ പരിവർത്തനം അനിവാര്യമാണെന്നും സുരേഷ് ഗോപി. വിവാദ കൊടുങ്കാറ്റിനു പിന്നാലെ തന്റെ വാക്കുകൾ വളച്ചൊടിച്ചെന്നും പ്രസ്താവന പിൻവലിക്കുകയാണെന്നും കേന്ദ്രമന്ത്രി. കേന്ദ്ര ബജറ്റിൽ വയനാട് ദുരന്ത ബാധിതരെ അവഗണിച്ചതിനെതിരെ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ രംഗത്ത്. ട്രൈബൽ വകുപ്പിന്റെ ചുമതലയിൽ ഉന്നത കുലജാതർ വരണമെന്ന സുരേഷ് ഗോപിയുടെ പ്രസ്താവന ഭരണഘടനാ ലംഘനമെന്ന് കെ രാധാകൃഷ്ണൻ MP. രാഷ്ട്രപതിയെ അപമാനിക്കുന്നതാണ് പ്രസ്താവന. സുരേഷ് ഗോപിയാണോ ഉന്നത കുലജാതരെ തീരുമാനിക്കുന്നതെന്നും ചോദ്യം. കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സഹമന്ത്രിക്ക് ഉന്നത കുലജാതൻ എന്ന് പറഞ്ഞ് നടക്കുകയാണ് ജോലിയെന്നും ആരോപണം. മന്ത്രി സ്ഥാനത്തിരിക്കാൻ യോഗ്യതയുണ്ടോ എന്ന് സ്വയം പരിശോധിക്കണമെന്നും ആലത്തൂർ MP. അത്താണി പരിശുദ്ധ വ്യാകുലമാതാ ദേവാലയത്തിലും കൊട്ടേക്കാട് സെന്റ് മേരീസ് അസംപ്ഷൻ ഫൊറോന ദേവാലയത്തിലും ഭക്തി നിറലഹരിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷം. അത്താണിയിൽ ഫാദർ ജോഫിൻ അക്കര പട്ടിയേക്കലും കൊട്ടേക്കാട് ഫാദർ പോൾ മുട്ടത്തും തിരുനാൾ പാട്ടു കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികരായി. തിരുനാൾ പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ കണ്ണികളായി. മുത്തുക്കുടകളും പേപ്പൽ പതാകകളും വിശുദ്ധന്റെ രൂപക്കൂടും ഭക്തിസാഗരം തീർത്തു. അത്താണി പള്ളി തിരുനാളിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഈ വാർത്താ ബുള്ളറ്റിനു ശേഷം വീണയൻ ന്യൂസിൽ. സന്താനഗോപാലമൂർത്തിയുടെ ആവാസഗേഹമായ അത്താണി ആനേടത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭക്തി ആവേശ നിറലഹരിയിൽ പ്രതിഷ്ഠാദിന മഹോത്സവം. ആസ്വാദക മനം കവർന്ന് ഒരേ താളത്തിൽ ഏകമനസ്സോടെ മെഗാ തിരുവാതിരക്കളി. ഗജവീര സമേതം എഴുന്നള്ളിപ്പ്. തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് കാർമ്മികനായി. മാമാങ്കം മരങ്ങേറുന്ന മച്ചാടി തിരുവാണിക്കാവിലും പ്രതിഷ്ഠാദിനം. മിനി മാമാങ്കമൊരുക്കി പുന്നമ്പറമ്പ് ദേശം. കാർമ്മികരായി പാലക്കാട്ടിരിമനയ്ക്കൽ നാരായണൻ നമ്പൂതിരിയും കല്ലൂർ മഠം സുരേഷ് എംബ്രാന്തിരിയും. മാമാങ്ക മുഖ്യ പങ്കാളിത്ത ദേശം കരിമത്രയുടെ ബഹുനില കാഴ്ച പന്തലിനുകാൽ നാട്ടി. വടക്കാഞ്ചേരി ഉത്രാളിപ്പൂരത്തിന്റെ ആഹ്ലാദ നിറവിലേക്ക്. ദേവി സന്നിധിയിൽ കുമരനെല്ലൂർ ദേശം ബഹുനില കാഴ്ച പന്തലിന് കാലിട്ടു. ദേശകമ്മിറ്റി പ്രസിഡന്റ് AK സതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ആവേശം വാനോളം. വടക്കാഞ്ചേരി മേഖലയിൽ വനങ്ങളിൽ കാട്ടുകൊള്ളക്കാർ വിഹരിക്കുന്നു. ചന്ദന മരക്കൊള്ള നിർബാധം നടക്കുമ്പോൾ പ്രതിരോധം തീർക്കേണ്ട വനം വകുപ്പ് ഉറക്കം തൂങ്ങുന്നു. അകമല ഫോറസ്റ്റ് സ്റ്റേഷൻ അടച്ചുപൂട്ടിയിട്ട് വർഷം 4 ആകുന്നു. ഉടൻ തുറക്കുമെന്ന് MP-ക്കും MLA-ക്കും വനം വകുപ്പ് മന്ത്രി നൽകിയ ഉറപ്പും ഫ്രീസറിൽ. അകമലയിലെ വെറ്ററിനറി ആശുപത്രിയും അടഞ്ഞുകിടക്കുന്നു. സംസ്ഥാന പാതയിൽ മുള്ളൂർക്കര വാഴക്കോട് കാറിടിച്ച് പുള്ളിമാൻ ചത്തു. കാറിന്റെ മുൻവശം തകർന്നു. നടനും MLA-യുമായ M മുകേഷിനെതിരെയുള്ള പീഡന പരാതിയിൽ കുറ്റപത്രം സമർപ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘം. മുകേഷിനെതിരെ ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടെന്ന് കുറ്റപത്രത്തിൽ. സാഹചര്യ തെളിവുകളും മുകേഷിനെതിരെ. വടക്കാഞ്ചേരി ഓട്ടുപാറയിലെ റെസിഡൻസിയിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന പരാതിയിലും നിർണായക തെളിവുകൾ. നടൻ മണിയമ്പിള്ള രാജുവിനെതിരെയും കുറ്റപത്രം. മുകേഷ് MLA-യായി തുടരുമെന്ന് CPM.
കോടതി ഒരു നിലപാട് സ്വീകരിക്കട്ടെ എന്നും രാജി അപ്പോൾ ആലോചിക്കാമെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കാലിക്കറ്റ് സർവകലാശാല ഡിസോൺ കലോത്സവത്തിനിടെ നടന്ന SFI KSU സംഘർഷം. KSU നേതാക്കളെ ആംബുലൻസിൽ കയറ്റി വിട്ടുവെന്ന് ആരോപണം. ചേർപ്പ് ഇൻസ്പെക്ടർ KO പ്രദീപിന് സസ്പെൻഷൻ. പാലക്കാട് മണ്ണാർക്കാടും SIക്കെതിരെ നടപടി. 30 SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്ത മണ്ണാർക്കാട് SI അജാസുദ്ദീനെ പാലക്കാട് ടൗൺ നോർത്തിലേക്ക് സ്ഥലം മാറ്റി. മിണാലൂരിൽ കാൽപന്ത് കളിയുടെ ആവേശാരവം. പുഞ്ചിരി സാംസ്കാരിക വേദിയുടെ CK കുര്യൻ സ്മാരക ഫ്ലഡ് ലൈറ്റ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ആവേശത്തിന്റെ കൊടുമുടിയായി. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 18 ടീമുകൾ മാറ്റുരയ്ക്കുന്ന ടൂർണമെന്റ് നാടിന് സമ്മാനിക്കുന്നത് വലിയ ആരവം. കേച്ചേരിയിൽ പൂജാ സ്റ്റോറിന്റെ മറവിൽ നിരോധിത പുകയില വിൽപ്പന. 100-ലധികം ഹാൻസ് പാക്കറ്റുകൾ പിടികൂടി. ചെറുനെല്ലൂർ സ്വദേശി 40-കാരൻ തസ്വീർ പിടിയിൽ. പുതുരുത്തി ചിറ്റഴിക്കരയിൽ 7.5 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി 52-കാരനെ അറസ്റ്റ് ചെയ്തു. ചിറ്റഴിക്കര സ്വദേശി സോമരാജനാണ് പിടിയിലായത്. ക്രിമിനലുകൾക്ക് വേണ്ടി സ്പെഷ്യൽ ഡ്രൈവുമായി പോലീസ്. തൃശൂരിൽ 17 പിടികിട്ടാ പുള്ളികൾ അറസ്റ്റിൽ. 113 വാറന്റ് പ്രതികളും വലയിലായി. 83 ഗുണ്ടകളെ കരുതൽ തടങ്കലിലാക്കി. അക്രമികളുടെ ശല്യം രൂക്ഷമായതിനെ തുടർന്നാണ് നടപടി. കേരളത്തിന് വല്ലാതെ പൊള്ളുന്നു. 2 ദിനം കനത്ത ചൂടിന് സാധ്യത. 2 ഡിഗ്രി മുതൽ 3 ഡിഗ്രി വരെ താപനില ഉയരും. പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. സംസ്ഥാനത്ത് നിന്ന് കാലവർഷം പൂർണ്ണമായി പിൻവാങ്ങി. മഴ മുന്നറിയിപ്പുകൾ പിൻവലിച്ചു.